ടി.എസ്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, മുൻപില്ലാത്ത വിധം നിയമസഭയിലടക്കം ഏത് വിദ്യാഭ്യാസ ചർച്ചയിലാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിന്റെ ഒരു കണക്ക് ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്നത് സംബന്ധിച്ച് കേരളം വളരെ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നിയമസഭയിലേക്കും ഈ വിഷയം എത്തുന്നത്. അതിന് എത്രത്തോളം ഗൗരവത്തോടെ സഭ ചർച്ച ചെയ്തു? വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തുടക്കത്തിൽ തന്നെ മന്ത്രി ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നെങ്കിലും ഇതിനു മുമ്പ് ഈ വിഷയം പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചു. അതുകൊണ്ട് മാത്രമല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഏറെ വർഷങ്ങൾ കൊണ്ട് ഇത്തരമൊരു പ്രതിഭാസം നടന്നു വരുന്നുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനെ എതിർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യം, അവർക്ക് പഠനാവശ്യത്തിനുള്ള സൗകര്യം, ഉപരിപഠനത്തിനായി ആവശ്യമുള്ള സൗകര്യം, ഇതൊക്കെ ഒരുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി തന്നെ നടക്കുന്നു എന്ന് മന്ത്രിസഭയെ അറിയിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് അനുമതി തേടിയ MLA ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഇത്രയും ഗൗരവമുള്ള വിഷയത്തെ ഇത്രയും നിസ്സാരവൽക്കരിച്ച് കളയരുത്. മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനെ എതിർക്കാനല്ല പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്രയും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പോകുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണ്, എന്തുകൊണ്ട് ഇത്രയും പേർ കുടിയേറ്റം നടത്തുന്നു എന്നുള്ള കാര്യം ഗൗരവമായി പരിശോധിക്കണം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം സഭയെ അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ വിമർശിക്കുകയും ചെയ്തു. മന്ത്രി ഇതിനെ ന്യായീകരിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് പോയാണ് വിദ്യാഭ്യാസം നടത്തിയത്. മാത്രമല്ല, കേരളത്തിൽ ഈ നിരക്ക് കുറവാണ്. ആന്ധ്രാപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ കുടിയേറ്റം നടത്തുന്നത്. കേരളത്തിൽ ആ നിരക്ക് 4% മാത്രമാണ് എന്നുള്ള കാര്യങ്ങളാണ് നിയമസഭയിൽ മന്ത്രി അറിയിച്ചത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിടുകയും ചെയ്തു. ടി.എസ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.